ദശകം 13 ശ്ലോക 6. തതഃ ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തതി യേനത്കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടകമുഷ്ട്യാ സകലു വിദുദൻ ത്വാം സമതനോത് ഗളന്മായേ മായാഹ ത്വയി കില ജഗന്മോഹനകരീഹി. തതഃ ഭഗവാൻ ശൂലം കയ്യിൽ ശൂലത്തെ കാല അന്ധകനായിട്ട് പ്രതിയായി അരുഷി ക്രുദ്ധനായിട്ട് ദൈത്യൻ വിസൃജതി കാട്ടുവാൻ ഒരുങ്ങി ത്വയി അപ്പോൾ ചിന്തതി മുറിച്ചു കളയുകയും ഏനത്ത് ആ ശൂലത്തെ കര കയ്യിൽ കലിത ഏന്തിയ ചക്ര സുദർശന ചക്രം പ്രഹരണാത് എറിയുകയും സമാരുഷ്ടക വളരെ ക്രുദ്ധനായിട്ട് മുഷ്ടി ചുരുട്ടുകയും ആ ഹിരണ്യാക്ഷൻ കലു ആകട്ടെ വിദുതൻ ഇടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് ത്വാം ഭഗവാനെ സമതനോത് കാട്ടാൻ ഗളന്മായെ മായാ സമ്പർക്കം ഏക്കാത്ത മായകളും ത്വയി ഭഗവാനെ കില ഒരുങ്ങി ജഗൻ ലോകം മോഹന അന്താളിപ്പിക്കുന്ന കരിഹി തരത്തിൽ. അതായത് ഈ ദശകത്തിൽ ആ ഹിരണ്യാക്ഷന്റെ വധത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ ഭഗവാൻ സുദർശന ചക്രം ഏന്തി നിൽക്കുന്നത് കാണുകയും ഉടൻ തന്നെ ആ ഹിരണ്യാക്ഷൻ എന്തു ചെയ്തു? തൻ്റെ കയ്യിൽ ആ സുദർശന ചക്രത്തെ നേരിടുവാൻ വേണ്ടി വളരെ ശക്തമായ ശൂലത്തെ ഏന്തുകയും ചെയ്തു. അപ്പോൾ ആ ഹിരണ്യാക്ഷന്റെ അന്ധകനായിട്ട് നിൽക്കുന്ന ആ മഹാവിഷ്ണു കണ്ടിട്ട് ഈ ഹിരണ്യാക്ഷൻ വളരെ ക്രുദ്ധനായി തീർന്നു. അപ്പോൾ ആ ദൈത്യൻ ഈ ശൂലത്തെ ഭഗവാന് നേരെ ചാട്ടുവാൻ ഒരുങ്ങിയപ്പോൾ ആ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ശൂലത്തെ മുറിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ കയ്യിലേന്തിയ സുദർശന ചക്രം ആ ഹിരണ്യാക്ഷന്റെ കയ്യിലുള്ള ശൂലത്തെ ഇല്ലാതാക്കി. അത് കണ്ടിട്ട് വളരെ ക്രുദ്ധനായിട്ട് ആ ഹിരണ്യാക്ഷൻ മുഷ്ടി ചുരുട്ടി ഭഗവാനെ നേരിടുവാൻ വേണ്ടി അവിടെ അടുത്ത് ചെന്നിട്ട് ഇടിക്കുകയും ഭഗവാനെ വേദനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു മായയും സമ്പർക്കമില്ലാത്ത ആ ഭഗവാൻ ഈ ലോകം മുഴുവൻ അന്താളിക്കുന്ന രീതിയിലുള്ള മായകളെ കാട്ടുവാൻ ഒരുങ്ങി തുടങ്ങുകയും ചെയ്തു. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത്കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീഹി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.